ഹലോ ഫ്രണ്ട്സ്, എൻക്വയറി പോയിന്റ് 360 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ വർഗ്ഗങ്ങൾ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും രണ്ടു കൂട്ടർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാ വാക്കിന്റെയും മലയാളവും അതുപോലെ ഇംഗ്ലീഷും വാക്കുകളും പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകും. അതുപോലെ എല്ലാ കണക്കുകളും എല്ലാ പ്രോബ്ലംസും നമ്മൾ കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ പഠിപ്പിച്ച് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് ആണ് പോകുന്നത്. അതുകൊണ്ട് ആരും വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. അതുപോലെ 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. ആദ്യ പാർട്ടിൽ പൂർണ്ണവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ, രണ്ടാമത്തെ പാർട്ടിൽ എന്താണ് ഡെസിമൽ സ്ക്വയർ അല്ലെങ്കിൽ എന്താണ് പോയിന്റ് വർണ്ണ സംഖ്യകളുടെ സ്ക്വയർ. അങ്ങനെ 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. 2 പാർട്ട് കഴിഞ്ഞ ശേഷം ഈ 2 പാർട്ടും വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ടെസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യനും കൂടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും കൂടെ എല്ലാവരും ചെയ്ത് നോക്കണം. അതും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്ററിലെ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയി നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ്? എന്താണ് വർഗ്ഗങ്ങൾ? നമുക്കറിയാം 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു നമ്പർ എഴുതി അതിന്റെ മേളിൽ ചെറുതായിട്ട് ഒരു 2 കൊടുക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ സ്ക്വയർ നമ്പർ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. ഈ ടൈപ്പ് ഓഫ് നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ക്രമത്തിൽ എഴുതി പോകുന്ന നമ്പേഴ്സിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം. ഇപ്പൊ ഇവിടെ 1ന്റെ സ്ക്വയർ എങ്ങനെയാണ്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ആ നമ്പറിന്റെ സ്ക്വയർ. ഇപ്പൊ നമുക്ക് 1ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 1നെ നമുക്ക് 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1ന്റെ സ്ക്വയർ ആയ 1 കിട്ടുന്നത്. മനസ്സിലായില്ലേ? അടുത്ത് 2ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 2നെ അതേ നമ്പറായ 2 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2ന്റെ സ്ക്വയർ ആയ 4 കിട്ടും. അതുപോലെ 3ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3. 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3ന്റെ സ്ക്വയർ ആയ 9 നമുക്ക് കിട്ടും. അതുപോലെ ഒരു 15 നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്കിലും നിങ്ങൾ മനഃപ്പാഠം പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. മുമ്പോട്ടുള്ള ക്ലാസ്സിലൊക്കെ പോകുമ്പം നമുക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് 1 തൊട്ട് 20 വരെയെങ്കിലും അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങൾ 15 വരെയെങ്കിലും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ളും നിങ്ങൾക്ക് ഏത് കണക്ക് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളാവും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരു 10 വരെയുള്ള സ്ക്വയർ എഴുതി നോക്കാം. 3ന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ്? 9. അതുപോലെ 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. 9ന്റെ സ്ക്വയർ എത്രയാണ്? 81. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. അപ്പം 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ മിക്കവർക്കും അറിയായിരിക്കും. അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. മനസ്സിലായില്ല? അപ്പൊ സ്ക്വയർ 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ നമ്പർ നമുക്കറിയാം. ഇതിലൊക്കെ എന്താണ് പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ അതിന്റെ സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ നമ്പറിന്റെ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ ഇങ്ങനെ എഴുതി പോകുന്നില്ല. അത് പോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ നമ്പറിന്റെ സ്ക്വയർ കിട്ടുന്നത് എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ പോയിന്റ് വർണ്ണ സംഖ്യകളായാലും ഇപ്പൊ ഇവിടെ 1.5 സ്ക്വയർ, അതുപോലെ എത്രയാണ്? 2.5 സ്ക്വയർ, 3.5 സ്ക്വയർ. ഇങ്ങനെ പോയിന്റ് വർണ്ണ സംഖ്യകൾക്ക് നമുക്ക് സ്ക്വയർ എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതുപോലെ പൂർണ്ണ സംഖ്യകൾക്ക് മാത്രമല്ല പോയിന്റ് വരുന്ന അല്ലെങ്കിൽ ഡെസിമൽ വരുന്ന സംഖ്യകൾക്കും നമുക്ക് സ്ക്വയർ എടുക്കാൻ പറ്റും. അതുപോലെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഭിന്നസംഖ്യകൾ, മലയാളത്തിൽ ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻ നമ്പേഴ്സിനും അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾക്കും നമുക്ക് സ്ക്വയർ എടുക്കാം. ഇതുപോലെ ഫ്രാക്ഷനോ ഭിന്നസംഖ്യകളോ അല്ലെങ്കിൽ പോയിന്റ് വരുന്ന സംഖ്യകളോ അല്ലാതെ ഇതുപോലെ പൂർണ്ണ സംഖ്യകൾ വരുന്ന അല്ലെങ്കിൽ പെർഫെക്റ്റ് സംഖ്യകൾ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൂർണ്ണവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ. മനസ്സിലായില്ലേ? പോയിന്റോ ഫ്രാക്ഷനോ അല്ലാതെ എന്താണ് പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണ സംഖ്യകളിൽ വരുന്ന സ്ക്വയേഴ്സിനാണ് നമുക്ക് എന്ത് പറയാം? പൂർണ്ണവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. അത് മറന്നു പോകരുത്. അപ്പൊ മനസ്സിലായില്ലേ? പോയിന്റോ ഫ്രാക്ഷനോ അല്ലാതെ പൂർണ്ണ സംഖ്യകളിൽ വരുന്ന സ്ക്വയേഴ്സിനെയാണ് നമുക്ക് എന്ത് പറയാം? പൂർണ്ണവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയാം. ഇനി എന്താണ് ഒരു സ്ക്വയർ? അല്ലെങ്കിൽ സ്ക്വയറിന് എന്തുകൊണ്ട് നമ്മൾ സ്ക്വയർ എന്ന് പഠിച്ചു? അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്?
മലയാളത്തിൽ നമുക്ക് സമചതുരം എന്ന് പറയാം, ഇംഗ്ലീഷിൽ സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും അല്ലെങ്കിൽ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കില്ലേ. ഇപ്പൊ നമുക്ക് ഈ സ്ക്വയറിന് ഒരു പേര് കൊടുക്കാം, ABCD. ഇവിടെ CD എന്ന വശത്തിന് നമുക്ക് എ എന്ന് ഒരു നീളം എ എന്ന് കൊടുക്കാം. മനസ്സിലായില്ല? അപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളും എത്രയായിരിക്കും? എ ആയിരിക്കും. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണും? നമുക്കറിയാം, ഏരിയ കാണാൻ എന്ത് ചെയ്യണം? ലെങ്ത് ഇൻറ്റു ബെർത്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ്? നീളം ഗുണം വീതി. അപ്പൊ ഇവിടെ ഒരു വശം എ, അടുത്ത വശം എത്രയാണ്? എ. അപ്പം എ ഇൻറ്റു എ എത്രയാണ്? എ സ്ക്വയർ. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് എ സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായില്ലേ? അപ്പം ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരം തന്നിരുന്നാൽ അതിന്റെ ഏരിയ കാണണമെങ്കിൽ ആ നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു വശത്തിന്റെ നീളം തന്നിരുന്നാൽ അതിന്റെ സ്ക്വയർ ആയിരിക്കും എന്താണ് അതിന്റെ ഏരിയ. അതും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്ക്വയറിന് സ്ക്വയർ എന്ന പേര് കൂടി വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം തന്നിരുന്നാൽ അതിന്റെ ഒരു വശം തന്നിരുന്നാൽ ആ സമചതുരത്തിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്യണം? നീളം ഗുണം വീതി അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബെർത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വശത്തിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ തന്നെ എന്താണ് ആ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് കിട്ടും. മനസ്സിലായില്ല? അപ്പം അവിടെ സ്ക്വയറിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഒരു സമചതുരം അല്ലെങ്കിൽ ഒരു സ്ക്വയർ തന്നിരുന്നാൽ അതിന്റെ ഒരു വശം തന്നിരുന്നാൽ അതിന്റെ സ്ക്വയർ, ആ ഒരു വശത്തിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് ആ ഒരു സ്ക്വയറിന്റെ അല്ലെങ്കിൽ സമചതുരത്തിന്റെ ഏരിയ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? നമുക്കിവിടെ ഒരു മുത്തായിട്ട് സങ്കല്പിക്കുക. ഇത് ഓരോന്നും ഓരോ മുത്തായിട്ട് സങ്കല്പിച്ചാൽ ഇത് റോയിലും കോളത്തിലും ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. മനസ്സിലായില്ലേ? ഇവിടെ റോയിലും കോളത്തിലും ഇത് ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ റോയിൽ എത്ര മുത്തുക്കളുണ്ട്? 3. ഇവിടുത്തെ കോളത്തിലാണെങ്കിൽ എത്ര മുത്തുക്കളുണ്ട്? 3. അപ്പൊ ഈ സ്ക്വയർ, ഇതൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ എങ്ങനെ കാണും? ഒരു സൈഡ് 3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3ന്റെ സ്ക്വയർ എടുക്കാം, 9. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് 9 കിട്ടി. അതുപോലെ ഈ സ്ക്വയറിൽ എത്ര മുത്തുക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യും? അതിനും നമുക്ക് ഇതുപോലെ സ്ക്വയർ എടുക്കും, നമുക്ക് 9 എന്ന് കിട്ടും. ഇവിടെ എണ്ണി നോക്കും, 1 2 3 4 5 6 7 8 9. അപ്പോൾ ഈ ഒരു സ്ക്വയറിൽ 9 മുത്തുക്കൾ ഉണ്ടെന്ന് കിട്ടി, അല്ലെങ്കിൽ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ നമുക്ക് 9 എന്ന് കിട്ടി. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമുക്കൊരു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ആയിട്ടാണ് വരുന്നത്, സമചതുരമായിട്ട് എടുക്കാം. അതിൽ നമുക്ക് ഇതുപോലെ മുത്തുക്കൾ നമ്മൾ ഈക്വൽ റോയും കോളത്തിലും ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ആ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ച് ആ സ്ക്വയറിൽ എത്ര മുത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ഒരു വരിയിൽ ഇത്ര പേര് നിൽക്കുന്നു, ഒരു വരിയിൽ ഇത്ര പേര്, ഒരു കോളത്തിൽ ഇത്ര പേര് ഒരു സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നു, ആ ഒരു വരിയിലും റോയിലും അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. മനസ്സിലായില്ലേ? അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ഇനി ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണിത്? നമുക്ക് ഇംഗ്ലീഷിൽ ഇതിനെ സ്ക്വയർ എന്ന് പറയും, അതുപോലെ മലയാളത്തിലെ സമചതുരം എന്ന് പറയും. എന്താണ് ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ, നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം, ABCD എന്ന് പേര് കൊടുക്കാം. ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഇപ്പോഴും നമുക്കിവിടെ CD എന്ന വശത്തിന് ഒരു A സെന്റിമീറ്റർ അല്ലെങ്കിൽ A മീറ്റർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലെങ്ത് കൊടുക്കാം, A. അപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളും എത്രയായിരിക്കും? A ആയിരിക്കും. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരം, ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരത്തിന്റെ ഏരിയ എപ്പോഴും എന്തായിരിക്കും? ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. അത് മറന്നു പോകരുത്. ഒരു സ്ക്വയറിന്റെ ഏരിയ എപ്പോഴും ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇവിടെ നോക്കിക്കോ, ഇവിടെ നമ്മൾ ഒരു വശം A എന്നെടുത്ത്, അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം? ലെങ്ത് ഇൻറ്റു ബെർത്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? നീളം ഗുണം വീതി. ഈ ഒരു വശം നീളമായിട്ട് എടുത്താൽ ഒരു വശം വീതിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നീളം ഗുണം വീതി ഗുണിക്കുമ്പം ഈ ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിന്റെ എന്താണ്? ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? ഒരു വശം A, അതേ വശം കൊണ്ടല്ലേ വീണ്ടും നമ്മൾ ഗുണിക്കുന്നത്, അപ്പൊ A സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ നമുക്ക് A സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഒരു നമ്പറിന്റെ സ്ക്വയർ അല്ലേ ആ ഒരു സമചതുരത്തിന്റെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു വശം തന്നിരുന്നാൽ ആ വശത്തിന്റെ സ്ക്വയർ ആയിരിക്കും ആ ഒരു സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ ആ ഒരു സമചതുരത്തിന്റെ ഏരിയ. അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരത്തിന്റെ ഏരിയ എപ്പോഴും ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ എക്ക് പകരം 5 ആയിരുന്നെങ്കിൽ 5ന്റെ സ്ക്വയർ 25 ആയിരിക്കും ഇതിന്റെ ഏരിയ. അതുപോലെ എത്രയാണ്? 1.5 വന്നാൽ 1.5ന്റെ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ഏരിയ. അങ്ങനെ യാതൊരു നമ്പർ തന്നിരുന്നാലും അതിന്റെ സ്ക്വയർ ആയിരിക്കും ഈ ഒരു സമചതുരത്തിന്റെ ഏരിയ വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം.
അടുത്തിവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് കുറച്ച് ഡോട്ടുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ കുറച്ച് ഡോട്ടുകൾ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഡോട്ട് സ്ക്വയർ ഷേപ്പിൽ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ റോയിൽ നാല് ഡോട്ട് ഉണ്ട് അല്ലേ? ഇത് 1 2 3 4. അതുപോലെ ഒന്നാമത്തെ കോളത്തിൽ എത്ര ഡോട്ട് ഉണ്ട്? 1 2 3 4. അങ്ങനെ റോ വൈസിലും കോളം വൈസിലും ഈക്വൽ നമ്പറാണ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് പോകുന്നത്. 4 ഫസ്റ്റ് കോളത്തിൽ 4 ആണെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ 4. അതുപോലെ ഏത് കോളവും ഏത് റോ എടുത്താലും അതിൽ 4 ആയിരിക്കും. അത് നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുത്താൽ ഈ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം? 4 സ്ക്വയർ. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പം ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ നമുക്ക് 16 എന്ന് കിട്ടി. അതുപോലെ ഈ ഒരു സ്ക്വയറിനകത്ത് എത്ര ഡോട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡോട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ് എന്ത് ചെയ്യണം? ഈ നമ്പർ അല്ലെങ്കിൽ 4 ഒരു വശത്തിന്റെ സ്ക്വയർ എടുത്താൽ മതി. 16. ഒന്ന് എണ്ണി നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. കണ്ടില്ലേ? ഈ ഒരു സ്ക്വയറിനകത്ത് 16 ഡോട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതോടൊപ്പം ഇതിൽ എത്ര ഡോട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു ഗാർഡനിൽ കുറച്ച് റോസാപ്പൂക്കൾ വരിയിലും നിരയിലും അല്ലെങ്കിൽ റോയിലും കോളത്തിലും ഈക്വൽ ആയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ വരിയിൽ 4 പൂക്കളാണെങ്കിൽ മൊത്തം എത്ര പൂക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത്തെ വരിയിൽ 4 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ, ഒന്നാമത്തെ വരിയിൽ 5 ആണെങ്കിൽ 5ന്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഒന്നാമത്തെ റോയിൽ 4 ആണെങ്കിൽ 4ന്റെ സ്ക്വയർ. റോയിൽ എത്രയാണ് നമ്പർ തന്നിരിക്കുന്നത് അതാണ് കോളത്തിലെ നമ്പർ. അപ്പൊ ഒന്നാമത്തെ റോയിൽ ഇത്രയും പൂക്കളാണ് അല്ലെങ്കിൽ 5 പൂക്കളാണെന്ന് തന്നിരുന്നാൽ മൊത്തത്തിൽ എത്ര പൂക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 5ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഗാർഡനിൽ വരിയിലും നിരയിലുമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പൂക്കളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10ന്റെ സ്ക്വയർ 100 എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം 10ന്റെ സ്ക്വയർ നമുക്കറിയാം 100 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 10ന്റെ സ്ക്വയർ എന്താണ്? 100. ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഒരു വശത്ത് 10 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ 100 എന്ന് നമുക്ക് കിട്ടും. അടുത്ത് നമുക്ക് 11ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 11ന്റെ സ്ക്വയർ അതിനാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. അതിന്റെ ഒരു വശം ആയിരിക്കില്ലേ 11 എങ്കിൽ എല്ലാ വശങ്ങളും 11 ആയിരിക്കും. അപ്പം ഈ ഒരു സ്ക്വയറിന്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ 11ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഈ ഒരു സ്ക്വയർ, ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരത്തിന്റെ ഏരിയയും കൂടെയാണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ 11ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സ്ക്വയർ നമ്മൾ വരച്ചിട്ട് ആ സ്ക്വയറിന്റെ ഒരു വശം 11 ആയിരിക്കും. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്താല ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ABCD, ഇവിടെ ഇവിടെ F കൊടുക്കാം. അപ്പൊ A മുതൽ E വരെ നമുക്ക് 10 സെന്റിമീറ്റർ എടുക്കാം. മനസ്സിലായില്ലേ? A മുതൽ E വരെ 10 സെന്റിമീറ്റർ. അതായത് ഈ ഒരു ഇതിനകത്ത് കിട്ടുന്ന ചെറിയ സ്ക്വയർ ഇല്ലേ, അതിന്റെ ഏരിയ 10ന്റെ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 2-3 മെത്തേഡുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പൊ 10ന്റെ സ്ക്വയർ നമുക്കറിയാം 100. 11ന്റെ ആണെങ്കിൽ 12ന്റെ ആണെങ്കിൽ നമുക്ക് പഠിക്കാതെ തന്നെ അത് കണ്ടുപിടിക്കേണ്ട കുറച്ച് 2-3 എളുപ്പ വഴികളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇവിടെ നമ്മൾ 10 വരെ നമ്മൾ നേരത്തെ പഠിച്ച് 10ന്റെ സ്ക്വയർ 100. അതായത് ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കാം. ഒരു സ്ക്വയർ വരയ്ക്കുമ്പോൾ അതിന്റെ ഒരു സൈഡ് 10 ആണെങ്കിൽ ആ ഒരു സ്ക്വയറിന്റെ ഏരിയ അല്ലേ 10ന്റെ സ്ക്വയർ. അപ്പൊ നമുക്കിവിടെ 10ന്റെ സ്ക്വയർ 100 കിട്ടിയാലും നമുക്കൊരു സ്ക്വയറിന്റെ ഏരിയയും കൂടെയാണ് നമ്മൾ കണ്ടുപിടിച്ച്. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ചെറിയ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണെന്ന് വെച്ചു. അപ്പൊ അതിന്റെ ഏരിയ എത്രയായിരിക്കും? 10ന്റെ സ്ക്വയർ നമുക്ക് എടുക്കാം. 100 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിന്റെ ഏരിയ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരു നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പം നമ്മൾ ഒരു സമചതുരം അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയയും കൂടെയാണ് കണക്കാക്കുന്നത്. മനസ്സിലായ? നമ്മളിവിടെ 10ന്റെ സ്ക്വയർ 10 × 10 അല്ലേ ഗുണിക്കുന്നത്. അപ്പൊ അതൊരു സ്ക്വയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് 10 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും 10 ആയിരിക്കും. അപ്പൊ 10ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഏരിയ കിട്ടും. അതുപോലെ ഏരിയ എഴുതുമ്പോൾ അതിന്റെ യൂണിറ്റും കൂടെ എഴുതണം. സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്നും കൂടെ നിങ്ങൾ എഴുതണം. അത് മറക്കരുത്. അടുത്ത് നമുക്ക് 11ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 11ന്റെ സ്ക്വയർ
11ന്റെ സ്ക്വയർ 121 ആണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. അതെങ്ങനെ കിട്ടി എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. ഒരു സ്ക്വയർ വരച്ചിട്ട് നമുക്കറിയാം 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 11 × 11. അതായത് ഒരു സ്ക്വയറിന്റെ ഏരിയ ആയിരിക്കുമല്ല. അത് നമ്മളൊരു സ്ക്വയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 11 ആയിരിക്കുമല്ല. നമുക്ക് ആ 11ന് പകരം 10ഉം 1ഉം ആയിട്ട് എടുക്കാം. നമുക്ക് ആ സ്ക്വയറിനെ രണ്ടായിട്ട് തിരിച്ചിട്ട് ഈ ഒരു ചെറിയ സ്ക്വയറിൽ എ ബി, ഇവിടെ സി ഡി, ഈ ഒരു ഇതിനകത്ത് വരുന്ന ചെറിയ സ്ക്വയറിന് നമുക്ക് ഒരു വശം 10 ആയിട്ട് എടുക്കാം. അതിന്റെ എല്ലാ സൈഡും 10 ആയിരിക്കും. അതുപോലെ ഈ മിച്ചം പറഞ്ഞ ഒരു സൈഡിൽ അവിടെ നമ്മൾ 1 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഒരു ചെറിയൊരു സ്മാൾ ഇത് കിട്ടിയില്ലേ സ്ക്വയർ, അതിന്റെ എല്ലാ വശവും 1 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇവിടെയും 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം ഇവിടെ ചെയ്തത് വേറെ ഒന്നുമല്ല, നമ്മൾ 11 സെന്റിമീറ്ററിൽ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിനെ 10 സെന്റിമീറ്ററിലെ വേറൊരു ചെറിയ സ്ക്വയർ ആയിട്ട് തിരിച്ച് ബാക്കി വരുന്ന 1 സെന്റിമീറ്റർ നമ്മൾ മാറ്റി വെച്ച്. അപ്പൊ ഈ സൈഡ് നിങ്ങൾ കൂട്ടി നോക്കി, ഇവിടെ 10 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും. മൊത്തം ഈ സൈഡ് 11 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അതിന് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ തിരിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ ഏരിയ എത്ര ആയിരിക്കും? 10ന്റെ സ്ക്വയർ തന്നെ. 10ന്റെ സ്ക്വയർ എത്ര? 100 ആയിരിക്കുമല്ല. അതുപോലെ ഇവിടെ നമുക്ക് ഒരു ചെറിയ സ്ക്വയർ കിട്ടി, അതിന്റെ ഒരു വശം 1 സെന്റിമീറ്റർ. അപ്പൊ 1ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ ഒരു ചെറിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടില്ല. 1ന്റെ സ്ക്വയർ 1. അതുപോലെ ഈ ഒരു സ്ക്വയർ നമുക്ക് എടുക്കാം. ഇത് സമചതുരമല്ല, അല്ലാത്തൊരു സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഒരു വശം എത്രയാണ്? 10. ഇതിന്റെ ഒരു വശം 10, ഒരു വശം 1. അപ്പൊ അതിന്റെ ഏരിയ എത്രയായിരിക്കും? 10. അതുപോലെ ഈ ഒരു സ്ക്വയർ എടുത്ത് നോക്കൂ. ഇതിന്റെ ഒരു സൈഡ് 10, അടുത്ത സൈഡ് 1. അതിന്റെയും ഏരിയ ഇപ്പൊ എത്രയായിരിക്കും? 10. ഏരിയ കണ്ടുപിടിക്കാൻ അറിയാലോ, ലെങ്ത് ഇൻറ്റു ബെർത്ത്. ഇവിടെ സമചതുരമല്ല വരുന്നത്, ഇവിടെ ഒരു ചതുരമാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് വശവും സെയിം ആയിരിക്കില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിച്ച് 10. ഇനി അതെല്ലാം ഒന്ന് കൂട്ടി നോക്ക്. ആദ്യം ഈ വലിയ ചതുരത്തിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടി? 100. അടുത്ത് ഈ ഒരു ചെറിയ ചതുരത്തിന്റെ ഏരിയ എത്ര കിട്ടി? 1. അടുത്ത് ഈ ഒരു ചതുരത്തിന്റെ ഏരിയ എത്ര കിട്ടി? 10. അടുത്ത് ഈ ഒരു ചതുരത്തിന്റെ ഏരിയ എത്ര കിട്ടി? 10. ഇനി അതെല്ലാം ഒന്ന് കൂട്ടി നോക്ക്. 100 10 എത്ര? 110, 120, 121 എന്ന് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് 11ന്റെ സ്ക്വയർ നമുക്ക് വലിയൊരു സ്ക്വയർ ആയിട്ട് വരച്ചെടുത്തിട്ട് അതിനെ 10ന്റെ ഒരു ചെറിയ സ്ക്വയറും അതുപോലെ ബാക്കി 1ന്റെ ഒരു ചെറിയ സ്ക്വയറും ആയിട്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിനകത്ത്, അതായത് ഈ വലിയൊരു സ്ക്വയറിനകത്ത് കിട്ടുന്ന ചെറിയ സ്ക്വയറുകളുടെ എല്ലാം ഏരിയ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിന്റെ യഥാർത്ഥ ഏരിയ കിട്ടിയത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിനകത്ത് എത്ര സ്ക്വയർ വന്നാലും ആ സ്ക്വയറുകളുടെ ഏരിയ കണ്ടുപിടിക്കുമ്പം എന്നിട്ട് അതിനെ അല്ലെങ്കിൽ അതിനെ കൂട്ടുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്വയറിന്റെ ഏരിയ കിട്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് വേറൊരു സ്ക്വയർ എടുക്കാം. നമ്മളതിനെ കുറെ സ്ക്വയർ ആയിട്ട് തിരിച്ചെന്ന് വെച്ചോ. ഇങ്ങനെ നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 12 സ്ക്വയർ ആയിട്ട് തിരിച്ച് ഈ 12 സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ച് അത് തമ്മിൽ കൂട്ടുമ്പോഴല്ലേ ഈ മൊത്തത്തിൽ സ്ക്വയറിന്റെ ഏരിയ കിട്ടുന്നത്. അതേ കോൺസെപ്റ്റിലാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ചെറിയ സ്ക്വയറുകളുടെ ഏരിയ എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിന്റെ അതിനെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഈ ഒരു വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടും. അതൊന്ന് മനസ്സിൽ വെച്ചോളണം. അതുപോലെ നമുക്ക് ഇങ്ങനെ വരച്ചും കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചെന്നേ ഉള്ളൂ. അത് പോയിട്ട് നമുക്ക് അടുത്ത് 11ന്റെ സ്ക്വയർ തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. നോക്കിയോ, നമുക്കൊരു ചതുരം വരയ്ക്കാം. അതിനെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. മനസ്സിലായില്ലേ? 4ആയിട്ട് തിരിച്ചിട്ട് നമുക്ക് 11ന് ആദ്യം 10 + 1 എന്ന് എഴുതാം. 11നെ 10 + 1 എന്ന് എഴുതാം. എന്നിട്ട് ആ 10 ഇവിടെ എഴുതണം, ഈ 1 ഇവിടെ എഴുതണം. അതുപോലെ 10 വീണ്ടും ഇവിടെ എഴുതണം, 1 ഇവിടെ എഴുതണം. മനസ്സിലായില്ലേ? ഇനി ഈ 10ഉം ഈ 10ഉം കൂടെ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഈ 10ഉം ഈ 10ഉം ഗുണിച്ച് ഇവിടെ എഴുതണം 100. അടുത്ത് ഈ 10ഉം ഈ 1ഉം കൂടെ ഗുണിച്ച് ഇവിടെ എഴുതണം എത്ര? 10 × 1 10. അതുപോലെ ഇവിടെ ഈ 1നെ 10 കൊണ്ട് ഗുണിക്കണം. ഈ 1നെ 10 കൊണ്ട് ഗുണിച്ച് ഇവിടെ 10. അതുപോലെ ഈ 1നെ 1 കൊണ്ട് ഗുണിച്ച് എത്രയാണ്? 1 എന്ന് ഇവിടെ എഴുതണം. ഇനി ഇത് തമ്മിൽ കൂട്ടിയാൽ 100ഉം 10ഉം എത്രയാണ്? 110. ഈ 10 1 എത്രയാണ്? 11. ഇനി ഇത് രണ്ടും തമ്മിൽ കൂട്ട്. 110ഉം 11ഉം എത്ര? 121. കിട്ടിയില്ലേ? അപ്പൊ ഇതൊരു മെത്തേഡാണ്. അപ്പൊ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഒരു ഈസി മെത്തേഡാണ് ഇത്. നമുക്ക് ഇങ്ങനെയും വരച്ച് ചെയ്യാം. അങ്ങനെയെങ്കിൽ 12ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 12നെ നമുക്ക് 10
പ്ലസ് 2 10 പ്ലസ് 2 10 2ആയിട്ട് നമുക്ക് തിരിച്ചെഴുതാം. 12 10 2ആയിട്ട് തിരിച്ചെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ വരയ്ക്കണം. വരച്ച് അതിനെ 4 കോളമായിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യണം, 10 ഇവിടെ എഴുതണം, വീണ്ടും ഇവിടെ 10, ഇവിടെ 2, ഇവിടെ 2 അങ്ങനെ എഴുതണം. ഈ 10നെ ഈ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര, 100. ഈ 10നെ ഈ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര, 20. ഇനി ഈ 2നെ ഈ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്, 20. ഇനി ഈ 2നെ ഈ 2 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതണം, എത്രയാണ്, 2ന്റെ സ്ക്വയർ എത്രയാണ്, 4. നമുക്ക് 4 കിട്ടും. അടുത്ത് ഈ 2 കോളവും കൂട്ടി ഇവിടെ എഴുതണം, ഈ 2 കോളവും കൂട്ടി ഇവിടെ എഴുതണം. 100 20, 100 പ്ലസ് 20 എത്രയാണ്, 120. അതുപോലെ 20 പ്ലസ് 4 എത്രയാണ്, 24. ഇനി 120ഉം 24ഉം തമ്മിൽ കൂട്ടണം, എത്ര, 4 4 4. അപ്പൊ 12ന്റെ സ്ക്വയർ എത്രയാണ്, 12ന്റെ സ്ക്വയർ 144 നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് 13ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാല്. 13ന്റെ സ്ക്വയർ എത്രയാണ്, ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. 13ന്റെ സ്ക്വയർ എത്രയാണ്, 169 നമുക്കറിയാം. നമ്മൾ അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നേരത്തെ നമ്മൾ വരച്ച് ചെയ്ത മെത്തേഡില്ലേ, അത് വെച്ച് നമുക്ക് നോക്കാം. നമ്മൾ എന്താണ് ചെയ്തത്, ഒരു കോളം വരയ്ക്കണം, 4 കോളം വരയ്ക്കണം. ഇതുപോലെ 4 കോളം വരയ്ക്കണം. എന്നിട്ട് 13നെ നമുക്ക് 10 3ആയിട്ട് എഴുതാല്ല, 10 പ്ലസ് 3ആയിട്ട് എഴുതാല്ല. 13നെ 10 പ്ലസ് 3ആയിട്ട് എഴുതിയിട്ട് ഇവിടെ എത്രയാണ്, 10, ഇവിടെ 3, ഇവിടെയും എത്രയാണ്, 10, ഇവിടെ 3, അങ്ങനെ എഴുതണം. ഇനി നമുക്കിവിടെ ഇനി എന്ത് ചെയ്യാം, ഈ 10നെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടും, 100. അതുപോലെ ഈ 10നെ 3 കൊണ്ട് ഗുണിക്കണം, എത്ര, 30. അതുപോലെ ഈ 3നെ ഈ 10 കൊണ്ട് ഗുണിക്കണം, എത്ര, 30. അതുപോലെ ഈ 3നെ ഈ 3 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതണം, 3ന് 3 ഗുണിക്കുമ്പോൾ എത്ര, 9. ഇനി ഈ ഒരു കോളം കൂട്ടി ഇവിടെ, ഈ ഒരു കോളം കൂട്ടി ഇവിടെ എഴുതണം. 100ഉം 30 എത്രയാണ്, 130. അതുപോലെ 30 9 എത്രയാണ്, 39. ഇനി ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 169. നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയില്ലേ? അപ്പൊ സ്ക്വയർ നമുക്ക് ഇങ്ങനെ വരച്ച് വേണമെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഈ ഒരു മെത്തേഡും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോളണം. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 14ന്റെ സ്ക്വയർ 10 4ആയിട്ട് നമുക്ക് എഴുതാം, 10ഉം 4ആയിട്ട് എഴുതാം. ഇനി നമുക്കൊരു കോളം വരയ്ക്കാം. കോളം വരച്ച് 4 കോളമായിട്ട് തിരിച്ച് ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 4, ഇവിടെ 4. ഈ 10നെ ഈ 10 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതണം, ഈ 10നെ 4 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതണം. അതുപോലെ ഈ 4നെ 10 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതണം, ഈ 4നെ 4 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതണം. ഇനി ഇത് രണ്ടും തമ്മിൽ കൂട്ടി ഇവിടെ എഴുതണം. 100ഉം 40 എത്രയാണ്, 140. അതുപോലെ 40ഉം 16ഉം എത്രയാണ്, 56. അപ്പം എത്ര കിട്ടും, 140 56 എത്ര, 196. 14ന്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടും, 196. മനസ്സിലായില്ലേ ഈ മെത്തേഡ്? ഇനി നമ്മളിപ്പോ ഇവിടെ സ്ക്വയർ എടുത്ത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൂട്ടി ഇങ്ങനെ എഴുതി. ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡയഗണൽ ആയിട്ട് കൂട്ടി ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വേറൊരു മെത്തേഡാണ് പറഞ്ഞുതരുമ്പോൾ. ഇവിടെ 13ന്റെ സ്ക്വയറിന് നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം. നമുക്ക് എത്ര കിട്ടി, 169 കിട്ടി. നമുക്കങ്ങനെ ഡയഗണലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതേ സ്റ്റെപ്പ് തന്നെയാണ്. ചതുരം വരയ്ക്കുക, നമുക്ക് കിട്ടി 169. അതിന് നമുക്ക് എന്ത് ചെയ്യാം, 13നെ 10 പ്ലസ് 3 എന്ന് എഴുതാമല്ല. അത് കഴിഞ്ഞ് നമുക്ക് 4 കോളായിട്ട് തിരിച്ച് നേരത്തെ ചെയ്ത അതേപോലെ എല്ലായിടവും എഴുതുക. ഇവിടെ 10, ഇവിടെ 3, ഇവിടെ 3. ഇനി നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. 10 × 10 എത്ര, 100. 10 × 3 എത്ര, 30. 10 × 3 എത്ര, 30. 3 × 3 എത്ര, 9. ഇനി നമ്മൾ നേരത്തെ ചെയ്തത് ഇത് രണ്ടും കൂട്ടി ഇവിടെ എഴുതി, അതുപോലെ ഇത് രണ്ടും കൂട്ടി ഇവിടെ എഴുതി. ഇനി അതിന് പകരം നമ്മൾ ഡയഗണൽ ആയിട്ട് കൂട്ടണം. ആദ്യം ഈ ഒരു കോളം കൂട്ടണം, അത് കഴിഞ്ഞ് ഈ 2 കോളം കൂട്ടണം, അത് കഴിഞ്ഞ് ഈ 9 ലാസ്റ്റത്തെ കോളം കൂട്ടണം. അങ്ങനെ കൂട്ടി ഒന്ന് എഴുതി നോക്ക്. ആദ്യത്തെ കോളം എത്ര, 100, പ്ലസ് അടുത്ത 2 കോളം എത്ര, ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, 30 പ്ലസ് ഇവിടെ 30 പ്ലസ് അടുത്ത കോളം എത്ര, 9. ഇനി അത്രയും കൂട്ടി നോക്ക്. 100 30 എത്ര, 130, 130 30 160, 160 9, 169 നമുക്ക് കിട്ടിയില്ലേ? ഇങ്ങനെ ഡയഗണൽ ആയിട്ട് നമുക്ക് ചെയ്ത് കിട്ടും. നമുക്കൊരു ഇക്വേഷനിലോട്ടാണ് നമുക്കിത് എത്തുന്നത്. അതിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗണൽ ആയിട്ട് നമ്മൾ ചെയ്തത്. അതുപോലെ 14ന്റെ സ്ക്വയർ ഇതുപോലെ ചെയ്ത് നോക്കൂ. നമുക്ക് 14നെ 10 പ്ലസ് 4 എന്നെടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. സ്ക്വയർ വരച്ചിട്ട് 4 കോളായിട്ട് തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ 10
10, ഇവിടെ 4, ഇവിടെ 10, ഇവിടെ 4. 10 × 10 100, 10 × 4 40, 10 × 4 40, 4 × 4 എത്ര 16. ഇനി ഡയഗണലായിട്ട് കൂട്ടി നോക്ക്. ഇവിടെ 100, ഇവിടെ 40 + 40, ഇവിടെ 16 എത്ര 100 + 40 40, രണ്ട് 40 ഉണ്ട്. 40 + 40 ഇവിടെ 16 എത്ര 100ഉം 140 180 196 കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെ ഡയഗണലായിട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയറിന്റെ ആൻസറിലോട്ട് എത്താം. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 15ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാല. 15ന്റെ സ്ക്വയർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മളിങ്ങനെ ബ്ലോക്ക് വരച്ച് ഇത്രയും കൂട്ടിയൊക്കെ വരുമ്പോൾ സമയം എടുക്കൂല, ഇതിന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ആ ഒരു ഇക്വേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 15ന്റെ സ്ക്വയർ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഡയഗണലായിട്ട് ഒന്നുകൂടെ കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ എഴുതണം? ആദ്യം 10ഉം 5ഉം ആയിട്ട് നമുക്ക് പിരിച്ച് എഴുതാം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ കോളം വരയ്ക്കണം. നേരത്തെ വരച്ച അതേ മെത്തേഡ് തന്നെ നമ്മൾ കോളം വരയ്ക്കണം. 4 കോളമായിട്ട് തിരിക്കണം. ഇവിടെ 10, ഇവിടെ 10, ഇവിടെ എത്രയാണ് 5, ഇവിടെ എത്രയാണ് 5. 10 × 10 എത്ര 100, 10 × 5 50, 10 × 5 50, 5 × 5 എത്ര 25. നമുക്ക് ഡയഗണലായിട്ട് കൂട്ടാം. ആദ്യത്തെ എത്രയാണ് 100 പ്ലസ് അടുത്ത് ഇവിടെ 50 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, 50 + 50 പ്ലസ് ലാസ്റ്റ് കോളത്തിൽ എത്രയാണ് 20. അപ്പൊ 15ന്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 100 + 50 + 50 + 25 എത്ര? അപ്പം 225 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു മെത്തേഡ് ഡയഗണലായിട്ട് കൂട്ടി ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ കണ്ടുപിടിക്കാം. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം, എന്താണ് ഇവിടെ 100 അല്ലേ, 100ന് പകരം നമുക്ക് എന്ത് എഴുതാം, 10ന്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. 10ന്റെ സ്ക്വയർ അല്ലേ 100. അപ്പൊ 100ന് പകരം നമുക്ക് 10ന്റെ സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ എത്ര 50 ഉണ്ട്, 2 50 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 × 50 എന്ന് എഴുതാം. തെറ്റുണ്ടോ? നമുക്ക് 2 50 ഉള്ളതുകൊണ്ട് 2 × 50 നമ്മൾ എഴുതി. അതുപോലെ 10ന്റെ സ്ക്വയർ ആണ് 100. അതുകൊണ്ട് നമ്മൾ 100ന് പകരം എന്ത് എഴുതി, 10ന്റെ സ്ക്വയർ എഴുതി. ഇനി എന്ത് ചെയ്യണം, 25 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? നമ്മൾ നേരത്തെ പഠിച്ച് 5ന്റെ സ്ക്വയർ ആണ് 25. വേറെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ കൂട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് എടുത്ത സംഭവങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലോട്ട് ഇങ്ങനെ ചെയ്ത് നമ്മൾ ഒരു ഇക്വേഷനിലോട്ട് എത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, 100ന് പകരം നമ്മൾ 10ന്റെ സ്ക്വയർ എന്ന് എഴുതി. അതുപോലെ 2 50 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, 2 × 50 എന്ന് എഴുതി. പ്ലസ് 25ന്റെ സ്ക്വയർ എത്രയാണ്, 5 സ്ക്വയർ. മനസ്സിലായി? അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ 5ന്റെ സ്ക്വയർ 25 ആയതുകൊണ്ട് നമുക്ക് 25ന് 5ന്റെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കിട്ടിയ നമ്മൾ ഈ ആഡ് ചെയ്ത നമ്പേഴ്സിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്ത് ഈ ഒരു മെത്തേഡിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷനിലോട്ട് എത്താം. അതിനു മുമ്പ് ഒന്നും കൂടെ 16ന്റെ സ്ക്വയർ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 16ന്റെ സ്ക്വയർ ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് 10 + 6 എന്ന് എഴുതാം. 16ന് നമുക്ക് ഇങ്ങനെ എഴുതാം, 10 + 6 എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ 4 കോളം വരയ്ക്കുക. 4 കോളം വരയ്ക്കുക. ഇവിടെ എത്ര എഴുതും, 10, അടുത്ത 6, ഇവിടെ എത്ര 6, ഇവിടെ വീണ്ടും 10, ഇവിടെ 6. ഈ പറഞ്ഞ നമ്മൾ 16നെ 10ഉം 6 ഒന്ന് പിരിച്ച് എഴുതിയില്ല, അതിൽ 10 ഇവിടെയും 6 ഇവിടെയും, അതുപോലെ 10 ഇവിടെ 6 ഇവിടെ. ഇനി ഈ 10നെ ഈ 10 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതണം, എത്ര 100. അതുപോലെ ഈ 10നെ ഈ 6 കൊണ്ട് ഗുണിച്ച് ഇവിടെ എഴുതണം, എത്ര 60. അതിൽ ഈ 10നെ ഈ 10 കൊണ്ടും ഈ 6 കൊണ്ടുമാണ് നമ്മൾ ഗുണിച്ച് എഴുതിയത്. അതിപ്പോ അടുത്ത റോയിൽ എന്താണ്, ഈ 6നെ ഈ 10 കൊണ്ട് അതേപോലെ ഗുണിക്കണം, 60. വീണ്ടും 6നെ ഈ 6 കൊണ്ട് ഗുണിച്ച് എത്ര എഴുതണം, 36. ഇനി നമുക്ക് ഡയഗണലായിട്ട് കൂട്ടി നോക്കാം. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ എത്ര 100 പ്ലസ് അടുത്ത് ഇവിടെ ഒരു 60 ഉണ്ട്, ഇവിടെ ഒരു 60 ഉണ്ട്. അപ്പൊ നമുക്ക് 260 ആഡ് ചെയ്യാം. 260 ആഡ് ചെയ്ത് പ്ലസ് അടുത്തൊരു 36 ഉണ്ട്, 36. ഇനി അതെല്ലാം കൂടെ കൂട്ടി നോക്ക്. 100 160 60 എത്ര 220, 220 36 എത്ര 256. അപ്പൊ 16ന്റെ സ്ക്വയർ നമുക്ക് 256 കിട്ടി. ഇനി നേരത്തെ എഴുതിയ പോലെ ഈ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. 100ന് പകരം എന്ത് എഴുതുന്നു, 10ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഏതായാലും നമുക്ക് 10ന്റെ സ്ക്വയർ ആണ് 100, നമ്മൾ നേരത്തെ പഠിച്ചു. 10ന്റെ സ്ക്വയർ നമുക്ക് 100ന് പകരം 10ന്റെ സ്ക്വയർ എന്ന് എഴുതി. പ്ലസ് ഇവിടെ 60 2 പ്രാവശ്യം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 2 × 60 എന്ന് എഴുതി. തെറ്റില്ലല്ല?
2 പ്രാവശ്യം 60 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 2 × 60 എന്ന് എഴുതി. പ്ലസ് 6ന്റെ സ്ക്വയർ അല്ലേ 36, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 6ന്റെ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഈ നമ്മളിവിടെ ആഡ് ചെയ്ത സാധനം നമ്മളിപ്പം റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു മാറ്റി എഴുതി. മനസ്സിലായില്ലേ? ഇനി നമുക്കിത് ഇവിടെ നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി, ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടിയില്ലേ? ഇതിനെ രണ്ടും നോക്ക്. 10 സ്ക്വയർ, ഇവിടെ നമ്മൾ 100ന് പകരം 10 സ്ക്വയർ, 2 50 ഉള്ളതുകൊണ്ട് 2 × 50. അതുപോലെ 25ന് പകരം 5 സ്ക്വയർ, ഇവിടെ 100ന് പകരം 10 സ്ക്വയർ, 2 60 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 2 × 60. അതുപോലെ 36ന് പകരം 6ന്റെ സ്ക്വയർ. ഈ കിട്ടിയ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റാം. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകല്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഒരു ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്ന ഈ ചാപ്റ്ററിൽ പിന്നെ നമുക്ക് ഇനി വേറെ ഒന്നും പഠിക്കാനില്ല. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എല്ലാ നമ്പറിന്റെയും സ്ക്വയർ കാണാൻ പറ്റും. അതുപോലെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിലായാലും എല്ലായിടത്തും നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു ഇക്വേഷനാണ്. പഠിച്ചു വെച്ചോണം. എന്താണ് a+b² ഈക്വൽ ടു a² പ്ലസ് 2ab പ്ലസ് b². ഇതാണ് ഒരു സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇത് മറന്നു പോകരുത്, ഇപ്പൊ തന്നെ എഴുതി വെച്ചോളണം. ഇനി എങ്ങനെയാണ് ഇത് വെച്ച് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഞാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എക്സാമ്പിൾ 15ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതി, 10 + 5 എന്ന് എഴുതി. അതാണ് ഇവിടെ a+b. മനസ്സിലായില്ലേ? ഈ 10 + 5ന് നമുക്ക് എന്താ 10ന് പകരം നമുക്ക് a കൊടുക്കാം, 5ന് പകരം b കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ വാല്യൂ ഇതിലോട്ട് ആഡ് ചെയ്ത് നോക്ക്. ഇവിടെ 10 എത്രയാണ്, എക്ക് പകരം എത്രയാണ് 10. ഈക്വേഷനിൽ ഇത് ആഡ് ചെയ്യാം. ഇവിടെ എക്ക് പകരം 10 പ്ലസ് ബിക്ക് പകരം എത്രയാണ് 5. 10 + 5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, അടുത്ത എ എത്രയാണ് 10, a² അല്ലേ, അപ്പൊ 10ന്റെ സ്ക്വയർ പ്ലസ് അടുത്തെന്താണ് 2, അതേപോലെ 2 × a എത്രയാണ് 10 × b എത്രയാണ് 5 പ്ലസ് b² എത്രയാണ് 5ന്റെ സ്ക്വയർ. മനസ്സിലായില്ലേ? ഇവിടെ a² വരെ നമ്മൾ ഇവിടുത്തെ a 10 ആയതുകൊണ്ട് 10 ഇട്ട്, അതുപോലെ 2 അതേപോലെ എഴുതി. അടുത്ത് എക്ക് പകരം 10 ആയതുകൊണ്ട് a 10 എന്ന് എഴുതി. അടുത്ത് ബിക്ക് പകരം 5, b ഇവിടെ 5 അല്ലേ, അതുകൊണ്ട് 5 എഴുതി. അടുത്ത് b² b 5 ആയതുകൊണ്ട് 5ന്റെ സ്ക്വയർ. ഇനി ഇത് കൂട്ടി നോക്ക്, 10ന്റെ സ്ക്വയർ 100 പ്ലസ് 2 × 10 എത്ര 20 × 5 പ്ലസ് 5² ഈക്വൽ ടു 100 പ്ലസ് 20 × 5 എത്ര 100 പ്ലസ് 5ന്റെ സ്ക്വയർ 25. ഇനി കൂട്ട് 100 200 225. 15ന്റെ സ്ക്വയർ 225 എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ സ്ക്വയർ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ എഴുതി ബ്ലോക്ക് വരച്ച് ചെയ്തില്ലേ, അതിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ എത്തിയത്. എങ്ങനെയാണ് 15ന്റെ സ്ക്വയർ ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ബ്ലോക്ക് വരച്ചില്ലേ, നമുക്കിവിടെ 10 എഴുതാം, ഇവിടെ 5 എഴുതാം, ഇവിടെ 10 എഴുതാം, ഇവിടെ 5 എഴുതാം. 10 × 10 100, 10 × 5 50, അതുപോലെ 10 × 5 50, 5 × 5 25. ഡയഗണലായിട്ട് നമുക്ക് കൂട്ടാം. ആദ്യത്തെ എത്രയാണ് 100 പ്ലസ് 2 50 ഉള്ളതുകൊണ്ട് നമ്മൾ 2 × 50 പ്ലസ് എത്ര 25 അല്ലേ, ലാസ്റ്റ് കോളം 25. ഇനി നമുക്ക് 100ന് പകരം 10ന്റെ സ്ക്വയർ എഴുതാം, പ്ലസ് 50 × 2, 50 × 2 എത്ര 100 പ്ലസ് 25ന് വരെ നമുക്ക് എന്ത് ചെയ്യാം 5² എന്ന് എഴുതാം. മനസ്സിലായില്ലേ? ഇത് കൂട്ടുമ്പോഴേ നമുക്ക് 225 കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് നോക്ക്. 10ന്റെ സ്ക്വയർ പ്ലസ് 2 × 50 പ്ലസ് 25ന് പകരം 5ന്റെ സ്ക്വയർ എടുത്തു. ഈ ഒരു ഇക്വേഷൻ അല്ലേ ഇതും. നോക്കിയോ, 10ന്റെ സ്ക്വയർ ഉണ്ട് a² പ്ലസ് 2 × ab 50, 50 × 2 100. അതുപോലെ നമുക്ക് ഇവിടെ എന്താണ് കിട്ടിയത് 2 × ab 50. 2ab ചെയ്യുമ്പോൾ എത്ര കിട്ടും 10 × 2 20, 25 100. അതുപോലെ 50 × 2 ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. അതുപോലെ b² കണ്ട 5². അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. അപ്പം ഈ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോളമൊക്കെ വരച്ച് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഏതാണ് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷനിലോട്ട് എത്തിയത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് ഇതിൽ മെയിൻ. നിങ്ങളപ്പം ആ ഒരു ഇക്വേഷൻ മറക്കാതെ തന്നെ പഠിച്ചു വെച്ചോണം. ആ ഇക്വേഷൻ വെച്ച് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഒരു കണക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 12ന്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ചാൽ, 12ന്റെ സ്ക്വയർ ഇക്വേഷൻ എന്തിനാണ്
a plus b the whole square equal to a square plus 2ab plus b square. ഇതല്ലേ ഇക്വേഷൻ. ഇപ്പൊ 12നെ നമുക്ക് 10 പ്ലസ് 2 എന്ന് എഴുതാല്ല. ഈ 10നെ a എന്നെടുക്കാം, ഈ 2നെ b എന്നെടുക്കാം. ഇനി ഈ വാല്യൂ ഇക്വേഷനിലോട്ട് കൊടുത്താൽ മാത്രം മതി. എങ്ങനെയാണ്? എക്ക് വരെ എത്ര? 10 പ്ലസ് ഇവിടെ ബിക്ക് വരെ എത്ര? 2 ഹോൾ സ്ക്വയർ തന്നെ. ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എ സ്ക്വയർ, എക്ക് വരെ എത്ര? 10ന്റെ സ്ക്വയർ. അതുപോലെ 2 അതേപോലെ എഴുതി ഇൻറ്റു അടുത്ത എ അല്ലേ, എ എത്ര? 10 ഇൻറ്റു ബി എത്ര? 2 പ്ലസ് ബി ഇവിടെ എത്ര? 2. അപ്പം ബി സ്ക്വയർ ആയതുകൊണ്ട് എത്ര? 2ന്റെ സ്ക്വയർ. ഇനി ചെയ്ത് നോക്ക്. 10ന്റെ സ്ക്വയർ 100 പ്ലസ് 10 ഇൻറ്റു 2 20 ഇൻറ്റു 2 അതേപോലെ പ്ലസ് 2ന്റെ സ്ക്വയർ 4. അപ്പൊ 100 പ്ലസ് 20 ഇൻറ്റു 2 എത്ര? 40 പ്ലസ് 4. ഇനി കൂട്ടിയത് 100 140 144. 12ന്റെ സ്ക്വയർ 144 എന്ന് നമുക്ക് കിട്ടിയില്ലേ. ഇനി അതുപോലെ നമുക്ക് 18ന്റെ സ്ക്വയർ ഉണ്ടാവില്ല. 18ന് എങ്ങനെ എഴുതാം? 10 പ്ലസ് 8 എന്ന് എഴുതാം. ഇത് എ ആയിട്ട് എടുക്കാം, ഇത് ബി ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. എ എത്ര? 10 പ്ലസ് ബി എത്ര? 8. 10 പ്ലസ് 8 ദ ഹോൾ സ്ക്വയർ എത്ര? എ സ്ക്വയർ. എ എത്ര? 10ന്റെ സ്ക്വയർ പ്ലസ് 2 അതേപോലെ ഇൻറ്റു എ എത്ര? 10 ഇൻറ്റു ബി എത്ര? 8 പ്ലസ് ബി എത്ര? 8ന്റെ സ്ക്വയർ. ഓക്കെ. 10ന്റെ സ്ക്വയർ 100 പ്ലസ് 10 ഇൻറ്റു 2 20 ഇൻറ്റു 8 പ്ലസ് 8ന്റെ സ്ക്വയർ എത്ര? 64. എത്ര? 100 പ്ലസ് 28 എത്ര? 160 പ്ലസ് 64. അപ്പൊ എത്ര കിട്ടും? 100 200 260 320 324 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പൊ 18ന്റെ സ്ക്വയർ 324 എന്ന് നമുക്ക് കിട്ടും. അപ്പം എന്താണ് സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഈസി ഫോർമുലയിലോട്ട് എത്തിയില്ലേ? മനസ്സിലായില്ലേ? ഈ ഫോർമുലയിലോട്ട് ഇതുപോലെ നമ്പർ പിരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറിന്റെ സ്ക്വയർ വേണോ കണ്ടുപിടിക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ വരച്ചും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമ്മളപ്പം എത്ര മെത്തേഡാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞു സ്ക്വയർ ഇതുപോലെ സ്ക്വയർ വരച്ച് 4 കോളം ആക്കി അത് തമ്മിൽ കൂട്ടി എഴുതി അങ്ങനെയും കണ്ടുപിടിക്കാം. അതുപോലെ ഡയഗണലായിട്ട് കൂട്ടി ഇതേപോലെ എക്സ്പ്രഷനിലോട്ട് ആക്കി അങ്ങനെയും നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ട്. ഇപ്പം 12ന്റെ സ്ക്വയർ നമുക്ക് 12നെ 10 പ്ലസ് 2 എന്ന് എഴുതി വെക്കേ. ഇനി നമുക്ക് അതേപോലെ സ്ക്വയർ വരച്ചും വേണമെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കാം. നമ്മൾ വലിയൊരു സ്ക്വയർ വരച്ച് എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഒരു സൈഡ് 12 അതുപോലെ ഈ ഒരു സൈഡും 12 എല്ലാ സൈഡും 12 വെച്ച് നമ്മളൊരു സ്ക്വയർ വരച്ച്. മനസ്സിലായില്ലേ? എന്നിട്ട് അതിനെ 10 വെച്ച് ഒരു സ്ക്വയറിനെ നമ്മൾ 10 വെച്ച് ഒരു സ്ക്വയർ ആയിട്ട് തിരിച്ച് ഈ ഒരു സ്ക്വയർ കണ്ടില്ലേ? ഈ ഒരു സ്ക്വയർ എത്രയാണ്? 10. ഈ സ്ക്വയറിന്റെ എല്ലാ വശവും 10 ആക്കി നമുക്ക് എടുക്കാം. ബാക്കിയുള്ള എത്ര? 2 ഇവിടെ എഴുതി. ഇവിടെ എത്രയാണ്? 2. ഇവിടെ എത്രയാണ്? 2. അപ്പൊ ഇവിടെ ഒരു ചെറിയ സ്ക്വയർ കിട്ടി. അതിന്റെ എല്ലാ വശവും 2 അല്ലേ? അപ്പം ഈ ഒരു വലിയ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? 10ന്റെ സ്ക്വയർ എത്ര? 100 ആയിരിക്കും. ഈ ഒരു ചെറിയ സ്ക്വയറിൻ്റെത് 2ന്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ഇവിടെ 100 നമുക്ക് കിട്ടി, ഇവിടെ 4 കിട്ടി. ഇനി ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? ഒരു സൈഡ് എത്ര? ഒരു സൈഡ് ഇവിടെ 10 ആണ്. ഇവിടെ 10 ആയതുകൊണ്ട് ഇവിടെയും 10 ആണ്. അപ്പം 10 ഇൻറ്റു 2 20. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ 20 എങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ 20 ആയിരിക്കുമല്ല. സെയിം വാല്യൂസ് ആണ് ഇവിടെയും വരുന്നത്. ഇനി ഇതെല്ലാം കൂട്ട് 100 120 124 124 എന്നല്ല നമുക്ക് വരുന്നത്. 20 ഒരു പ്രാവശ്യം കൂടെ എന്ത് ഉണ്ട്? നമ്മൾ അത് എഴുതിയില്ല. 10 ഇൻറ്റു 2 20. ഈ സ്ക്വയറിന്റെ ഏരിയ 20 ആണ്. അപ്പൊ മൊത്തം 144 എന്ന് കിട്ടും. അപ്പൊ ഈ മെത്തേഡിലും ചെയ്യാം. മനസ്സിലായില്ലേ? ഇതെല്ലാം കൂടെ കുട്ടികൾ നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഈ ഇക്വേഷനിലാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പം സ്ക്വയർ കണ്ടുപിടിക്കുക ഇവിടെ 3 മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മൾ ഇതുപോലെ സ്ക്വയറിലായിട്ട് വരച്ച് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയഗണലായിട്ട് ആഡ് ചെയ്തും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതേപോലെ വരച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇക്വേഷനിലിട്ട് കണ്ടുപിടിക്കാം. ഇതിൽ ഏത് മെത്തേഡ് ആണോ നിങ്ങൾക്ക് ഉപയോഗിക്കാം? ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ഇതിൽ ഏത് മെത്തേഡ് ആണോ നിങ്ങൾക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സ്ക്വയർ കണ്ടുപിടിക്കാം. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം എന്താണ്? ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്ന ഏത് വലിയ നമ്പർ ആയാലും നമുക്ക് എന്ത് ചെയ്യും? സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് മനസ്സിലായല്ല? ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 5 വരെയാണെങ്കിൽ, എക്സാമ്പിൾ
15ന്റെ സ്ക്വയർ. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. ഇങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാൻ നമുക്ക് എളുപ്പ വഴിയുണ്ട്. ഇപ്പം 5ന്റെ സ്ക്വയർ നമുക്കറിയാം. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അതൊരു പാടുമില്ല, കാരണം നമുക്കറിയാം 5ന്റെ സ്ക്വയർ നമുക്കറിയാം. അതേപോലെ 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്യണം? ആദ്യം 5ന്റെ സ്ക്വയർ എത്ര? 25 അങ്ങ് എടുത്ത് എഴുതണം. 5ന്റെ സ്ക്വയർ 25 എടുത്ത് എഴുതണം. അതായത് ഈ 5ന്റെ സ്ക്വയർ 25 എടുത്ത് എഴുതുക. ഇനി 5ന്റെ തൊട്ട് മുമ്പ് ഏത് നമ്പറാണ് കിടക്കുന്നത്? അതായത് ഫസ്റ്റ് ഡിജിറ്റ് ഏത് നമ്പറാണ്? 1 അല്ലേ? 1 ആണ് കിടക്കണമെങ്കിൽ 1ന്റെ കൂടെ അതിന്റെ അടുത്ത നമ്പറായ 2 എന്ത് ചെയ്യണം? ഗുണിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 1 × 2 എത്ര? 2. അത് കഴിഞ്ഞ് 5ന്റെ സ്ക്വയർ ആയ 25 അങ്ങ് എടുത്ത് എഴുതുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി, 225 എന്ന് കിട്ടി. എളുപ്പമല്ലേ? അങ്ങനെയെങ്കിൽ 25ന്റെ സ്ക്വയർ എങ്ങനെ കാണും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5ന്റെ സ്ക്വയർ അങ്ങ് എടുത്ത് എഴുതി. അത് കഴിഞ്ഞ് 2ന്റെ അടുത്ത നമ്പർ, ഫസ്റ്റ് ഡിജിറ്റ് ആയ 2ന്റെ അടുത്ത നമ്പർ എത്രയാണ്? 2 × 3 അല്ലേ? 2 × 3 എത്ര? 6. 6 കഴിഞ്ഞ് 25 അതേപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി, 625. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ 35ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 5ന്റെ സ്ക്വയർ നമ്മൾ അതേപോലെ എടുത്തെഴുതി. അടുത്ത് 3ന്റെ അടുത്ത നമ്പർ 3 × 4 എത്ര? 4 × 3 12. 25 അതേപോലെ എടുത്തെഴുതി. എളുപ്പമല്ലേ? അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 5 പറഞ്ഞ നമ്പർ ആണെങ്കിൽ ഇതുപോലെ എളുപ്പ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. നമുക്ക് മറ്റേ ഫോർമുലയിലോ ഇക്വേഷനിലോ അല്ലെങ്കിൽ ബ്ലോക്ക് വരച്ചോ സ്ക്വയർ വരച്ചോ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു എളുപ്പ മെത്തേഡിൽ നമുക്ക് 5, അതായത് അവസാനം 5 പറഞ്ഞ നമ്പേഴ്സ് ആണെങ്കിൽ ഈ ഒരു എളുപ്പ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ 45ന്റെ സ്ക്വയർ, 55ന്റെ സ്ക്വയർ, 65ന്റെ സ്ക്വയർ, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് പാസ് ചെയ്ത് വെച്ച് നിങ്ങൾ ഇത്രയുടെ സ്ക്വയർ ഒന്ന് കണ്ടിട്ട് വീണ്ടും റെസ്യൂം ചെയ്താൽ മതി. നിങ്ങളൊന്ന് വീഡിയോ പാസ് ചെയ്ത് വെച്ച് ഇത്രയുടെ സ്ക്വയർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരണം കേട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയുടെ സ്ക്വയർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയുടെ സ്ക്വയർ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത് ഒരു എളുപ്പ മെത്തേഡും കൂടെ ഉണ്ട്. ലാസ്റ്റ് 0 വരണമെങ്കിൽ 10ന്റെ സ്ക്വയർ നമുക്കറിയാം. 10ന്റെ സ്ക്വയർ 100 എന്നറിയാം. എങ്കിലും ഇവിടെ ലാസ്റ്റ് 0 അല്ലേ വന്നത്? ലാസ്റ്റ് 0 വരണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പ മെത്തേഡ് ഉണ്ട്. ആദ്യം ഈ ഫസ്റ്റ് ഡിജിറ്റ് ആയ 1ന്റെ സ്ക്വയർ എടുക്കുക. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. എന്നിട്ട് ഇവിടെ അടുത്ത ഡിജിറ്റ് എത്രയാണ്? 0. സ്ക്വയർ ആയതുകൊണ്ട് 2 0 കൊടുക്കുക. അപ്പൊ 10ന്റെ സ്ക്വയർ 100. അതുപോലെ 20ന്റെ സ്ക്വയർ ആണെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 2. 2ന്റെ സ്ക്വയർ എടുത്ത് എഴുതുക. 4. എന്നിട്ട് എത്രയാണ്? 1 0 ആയതുകൊണ്ട് 2 0 കൊടുക്കുക. 2 0 ആയിരുന്നെങ്കിൽ 4. ഫോർ എക്സാമ്പിൾ 200ന്റെ സ്ക്വയർ ആയിരുന്നെങ്കിൽ 2ന്റെ സ്ക്വയർ 4 അതേപോലെ എടുത്ത് എഴുതി. 2 0 ഉള്ളതുകൊണ്ട് 4 0 കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പം അവസാന ഡിജിറ്റ് 0 വരെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്ത് അങ്ങനെയെങ്കിൽ 30ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പം 1 0 ആയതുകൊണ്ട് നമ്മൾ 2 0 കൂടെ ചേർത്ത് 900. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 വരണമെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് 5 വരണമെങ്കിലും ഈ ഒരു എളുപ്പ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും മനസ്സിലായല്ല? ലാസ്റ്റ് ഡിജിറ്റ് 5 വന്നാൽ എങ്ങനെ ചെയ്യണം, ലാസ്റ്റ് 0 വന്നാൽ എങ്ങനെ ചെയ്യണം എന്നെല്ലാം മനസ്സിലായല്ല? ഇനി നമ്മൾ ഇത്രയും നേരം എന്താണ് പഠിച്ചതെന്ന് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് 25ന്റെ സ്ക്വയർ നമ്മൾ ഇത്രയും നേരം പഠിച്ച മെത്തേഡുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഏത് മെത്തേഡാണ് പഠിച്ചത്? ഓർമ്മയുണ്ട? നമ്മൾ ആദ്യം ഒരു സ്ക്വയർ വരച്ച് അതിനെ 4ആയിട്ട് തിരിച്ച് നമുക്ക് 25ന് 20 + 5 എന്ന് എഴുതാം. തന്നല്ലോ? 20 നമുക്ക് ഇവിടെ 20 എഴുതാം, ഇവിടെ 5 എഴുതാം, ഇവിടെ 20 എഴുതാം, ഇവിടെ 5 എഴുതാം. അപ്പൊ 20 × 20 എത്ര? നേരത്തെ ഞാൻ പറഞ്ഞ അവസാനം 0 വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? 20ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? 2ന്റെ സ്ക്വയർ 4 എഴുതി, 1 0 ഒരു 2 0. അപ്പൊ അങ്ങനെ നമുക്ക് 400 കിട്ടി. 20ന്റെ സ്ക്വയർ 400. 20 × 5 എത്ര? 100. 20 × 5 100. അതുപോലെ 5 × 20 എത്രയാണ്? 100. 5 × 5 എത്ര? 25. ഇനി ഈ 100ഉം ഈ 400ഉം 100ഉം കൂട്ടി നമുക്ക് ഇവിടെ എത്ര? 500. ഈ 100 25 കൂട്ടി ഇവിടെ എത്ര? 125. ഇനി ഇത് രണ്ടും കൂട്ടാം നമുക്ക് 625 എന്ന് കിട്ടും. 25ന്റെ സ്ക്വയർ എത്ര? 625 എന്ന് കിട്ടി. ഇതൊരു മെത്തേഡ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇനി അടുത്തൊരു മെത്തേഡ് നമ്മൾ എന്താണ്? ഇതേപോലെ തന്നെ നമ്മൾ സ്ക്വയർ വരച്ച് 4 കോളാക്കി ഇവിടെ 20, ഇവിടെ 5, ഇവിടെ 20, ഇവിടെ 5,
400 എത്ര 20 × 5 100, ഇവിടെ 100, 5 × 5 25. ഇനി നമ്മൾ അങ്ങനത്തെ ഡയഗണൽ ആയിട്ട് കൂട്ടി. ആദ്യത്തെ കോളത്തിൽ 400 പ്ലസ് അടുത്ത കോളത്തിൽ 2 100 100 പ്ലസ് 100 പ്ലസ് അടുത്ത എത്രയാണ് 25. ഇത്രയും കൂട്ടുമ്പോൾ എത്ര 400 500 600 625 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ് ചെയ്തത്, ഒരു സ്ക്വയർ വരച്ചും നമ്മൾ കണ്ടുപിടിച്ച് ഓർമ്മയുണ്ടല്ലോ. സ്ക്വയർ വരച്ച് നമ്മൾ എന്ത് ചെയ്തു, 20ഉം 5ഉമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. നമുക്കിവിടെ 20 സെൻറ്റിമീറ്റർ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. അതുപോലെ 20ഉം ഇവിടെ 5, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരച്ച് ഈ ഒരു സ്ക്വയർ എത്ര 20ൻ്റെ സ്ക്വയർ എത്ര, ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 20ൻ്റെ സ്ക്വയർ ആയ എത്ര 400 എന്ന് കിട്ടും. അതുപോലെ നമുക്ക് ഈ സ്ക്വയറിൻ്റെ എല്ലാ വശങ്ങളും 5 അല്ലേ, അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ 5ൻ്റെ സ്ക്വയർ 25 എന്ന് കിട്ടും. അതുപോലെ ഈ വശം എത്രയാണ് 20 × 5 100 എന്ന് കിട്ടും ഈ സ്ക്വയറിൻ്റെ. അതുപോലെ ഈ സ്ക്വയറിൻ്റെ ഏരിയ 100 എന്ന് കിട്ടും. ഇതെല്ലാം നമുക്ക് കൂട്ടും 400 പ്ലസ് 100 പ്ലസ് 100 പ്ലസ് 25 625 നമുക്ക് കിട്ടി. ഇനി അടുത്ത ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചത്, നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് a square plus a plus b the whole square equal to a square plus 2ab plus b square. അതിൽ 20 പ്ലസ് 5 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ എ എത്രയാണ് 20 സ്ക്വയർ പ്ലസ് 2 അതേപോലെ ഇത് ഇൻറ്റു എ എത്ര 20 ഇൻറ്റു ബി എത്ര 5 പ്ലസ് ബി എത്ര 5ൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര 20ൻ്റെ സ്ക്വയർ 400 പ്ലസ് 20 ഇൻറ്റു 2 എത്ര 40 ഇൻറ്റു 5 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ എത്ര കിട്ടും 400 പ്ലസ് 40 ഇൻറ്റു 5 എത്ര 5 4 20 200 പ്ലസ് 25. അപ്പം 400 500 600 625 എന്ന് കിട്ടി. അങ്ങനെ ഈ 3 മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്, തേർഡ് മെത്തേഡ്, 4 മെത്തേഡ് നമ്മൾ മൊത്തത്തിൽ പഠിച്ച്. 4 മെത്തേഡ് ഇപ്പോൾ മനസ്സിലായാലും ഇതിൽ ഏത് മെത്തേഡ് വെച്ചാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സ്ക്വയർ കണ്ടുപിടിക്കാം. ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലാണ് എത്തിച്ചേർന്നത്. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ്. ഇപ്പം നമ്മൾ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ് അടുത്ത് പഠിക്കാനുള്ളത്. അത് നമുക്ക് പാർട്ട് 2ൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ കാണണം. അതും കൂടെ കണ്ട ഈ ചാപ്റ്റർ എന്ത് ചെയ്യും പൂർത്തിയാകും. ഇതേപോലത്തെ സെയിം മെത്തേഡ് തന്നെയാണ്. ഏതാണ് ഡെസിമൽ നമ്പറിൽ വരുമ്പോഴും സെയിം മെത്തേഡാണ്. പിന്നെ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറും എന്ന കാര്യം കൂടെ നമുക്ക് പഠിക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ പാർട്ട് 2 നിങ്ങൾ മിസ്സാക്കാതെ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. അതുപോലെ ഞാൻ ഇവിടെ ചെയ്യാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് പഠിക്കണം. ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ കൂടെ കണ്ടാൽ പിന്നെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേറെ എവിടെയും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റും. അതുപോലെ ഈ ക്ലാസ് ഫുള്ള് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരും. അതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ ഈ ചാപ്റ്റർ തറവായെന്നാണ് അർത്ഥം. പിന്നെ ഇതൊന്നും വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.